എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റവ ലഡു ഉണ്ടാക്കുന്നതിനായി ഒരു പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് കാഷ്നട്ട് ഒന്ന് ചെറുതായി ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. ഇതിനൊരു അളവൊന്നുമില്ല, ഇത് നമ്മൾക്ക് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ ചേർക്കാവുന്നതാണ്. കിസ്മിസും കാഷ്നട്ടും അതൊന്ന് കിസ്മിസ് ഒന്ന് പൊള്ളി വരുമ്പോൾ നമ്മൾ ഇതേ പാനിലേക്ക് തന്നെ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ആദ്യം ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ രണ്ടാമത്തെ കപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത് നല്ലോണം ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണ്ട, കാരണം ലഡു പിടിക്കാനും കിട്ടില്ല, കളറും മാറിപ്പോകും. നമ്മളത് ചെറുതായി ഒന്ന് ബ്രൗൺ കളറായപ്പോൾ മാറ്റി വെച്ച് ഇതേ പാനിലേക്ക് തന്നെ പഞ്ചസാര പാവും കൂടി ഉണ്ടാക്കുന്നതിനായി 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു. ഈ പഞ്ചസാര പാവ് നമ്മൾക്ക് കൂടുതൽ തിക്ക് പരുവാകണ്ട. നമ്മൾ ഈ തവിയിൽ ഒന്നിങ്ങനെ ആക്കി നോക്കുക. നന്നായി തിളയ്ക്കുമ്പോൾ ഒന്ന് ചെറുതായി കൈ തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊരു തിക്ക് പരുവായിട്ടുണ്ടാവും. ഈ സമയം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. കൂടുതൽ പഞ്ചസാര പാവ് കട്ടിയായി കഴിഞ്ഞാൽ നമ്മുടെ റവ ലഡു ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല, ഭയങ്കര ഹാർഡായി പോകും. എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ റവ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് റവയായി ചേർത്ത് കൊടുക്കുക. കട്ട കുത്താണ്ട് തന്നെ നന്നായി ഇളക്കിയെടുക്കണം. ഇത് പെട്ടെന്ന് കട്ട കുത്താൻ സാധ്യതയുണ്ട്. കുറച്ചായി ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കുറച്ചായി ചേർത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വേണം നമ്മൾക്ക് ലഡു ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് വേണ്ടത്. നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു. എപ്പോഴും നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പഞ്ചസാര പാവ് കൂടുതൽ കട്ടിയാവാണ്ട് തന്നെ നോക്കണം. എന്നാൽ നമുക്ക് ലഡു വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഈ പരുവമായിരിക്കണം നമ്മൾ ലഡു ഉണ്ടാക്കുമ്പോൾ റവ ആവേണ്ടത്. ഇനി നമ്മളതിലേക്ക് കുറച്ച് കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കി പൊടിച്ച് എടുക്കാം. ഇതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതൊരു ഇളം ചൂടോടുകൂടി തന്നെ നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കണം. നന്നായി ആറിക്കഴിഞ്ഞാൽ നമ്മൾക്കത് ലഡു ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ ഒന്ന് ഇളം ചൂടായി ചെറിയ ചൂടൊക്കെ ഒന്ന് കുറച്ച് മാറി ഇനി നമ്മളൊരു കയ്യിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അത്ര വലിയ ചൂടും പിടിക്കില്ല. പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനും കുറച്ച് ഈസി ആയിരിക്കും. നമുക്ക് ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച ശേഷം നമ്മൾ ഈ ഒരു ലഡു ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ അതിലേക്ക് ഒരു കിസ്മിസും കാഷ്യൂനട്ടും കൂടി എടുത്തിട്ട് ഉരുളകളാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുണ്ടാവും അത് പുറത്ത് കാണാനായിട്ട്. ഓരോന്നെടുക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി. നമ്മുടെ റവ ലഡു നമ്മൾക്ക് ഓരോന്നായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഈസിയായി തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ആ പഞ്ചസാര പാവിൻ്റെ ഒരു പരുവം അറിഞ്ഞു കിട്ടിയാൽ നമ്മൾക്ക് വളരെ ഈസിയായി തന്നെ ലഡു ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഈ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാവരും ഒന്ന് കമൻറ്റും കൂടി അറിയിക്കണേ.